CPM-ന്റെ മുഖ്യ എതിരാളി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തമന് ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ മറുപടി പറയാൻ പറ്റും, അത് കോൺഗ്രസ് ആണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ജോലിക്ക് വന്ന അതിഥിയായ ലോകേഷ് ഗുപ്തയുടെ ഉത്തരം വേറെയായിരിക്കും. കാരണം അവരുടെ നാട്ടിൽ, അതായത് ഉത്തമ, അങ്ങ് വങ്കനാട്ടിൽ നമ്മുടെ പാർട്ടിയും നിങ്ങളെ പാർട്ടിയും ഒരുമിച്ചാണ് മത്സരം. കോൺഗ്രസും ഇടതുപക്ഷവും ചേർന്നാണ് മത്സരമെന്ന് ചുരുക്കം. അതേ ഉത്തമ, കോൺഗ്രസിനോടുള്ള നിങ്ങളുടെ പാർട്ടിയുടെ പകയും പങ്കപ്പാടും ഒക്കെ ഇവിടെ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോ കോൺഗ്രസ് ദീദിയെ ഇന്ത്യ മുന്നണിയിൽ നിന്നും ഒഴിവാക്കിയോ എന്നൊരു സന്ദേഹം മനസ്സിൽ അങ്കുരിച്ചു കാണും, ഇല്ലേ? എന്ന ഒരു കാര്യം പ്രത്യേകം പറയാം. നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി തൃണമൂൽ കോൺഗ്രസ് നൽകിയ 2 ഷുവർ സീറ്റാണ് കോൺഗ്രസ് വേണ്ടെന്ന് വെച്ചത്. CPM-നെ വിട്ടുള്ള ഒരു മത്സരത്തിന് ഞങ്ങളില്ലെന്ന ഉറച്ച തീരുമാനത്തിൽ കോൺഗ്രസ് നിലയുറപ്പിച്ചപ്പോൾ സഖാക്കളുടെ കണ്ണ് നിറഞ്ഞത്രേ. എന്നാൽ കോൺഗ്രസിന് എക്കാലവും ബംഗാൾ സഖാക്കളോട് പ്രത്യേകിച്ചൊരു മമതയുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയാണല്ലോ മമതാ ബാനർജി കോൺഗ്രസ് വിട്ടതും കോൺഗ്രസ് നമുക്ക് പുല്ലാണെന്ന് പറഞ്ഞുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചതും. ഒരു നിർണായക ഘട്ടത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്നേഹം മൂത്ത് പശ്ചിമ ബംഗാളിലെ മുൻ മുഖ്യമന്ത്രിയും രാജ്യത്തെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന ജ്യോതി ബസുവിനെ രാജ്യത്തെ പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ചു. എന്നാൽ രാഷ്ട്രീയ വിവേകം അശേഷമില്ലാതിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ, അതേ ഉത്തമ, നിങ്ങളുടെ പാർട്ടി ആ ഓഫർ വേണ്ടെന്ന് വെച്ചു. ഇപ്പോഴോ കാലം എന്തെല്ലാം കാണിച്ചു തരും. വിപ്ലവത്തിലൂടെ മാത്രമേ രാജ്യത്ത് അധികാരത്തിൽ വരേണ്ടതുള്ളൂ എന്ന് മൂഢമായി വിശ്വസിച്ചിരുന്ന നിങ്ങളുടെ പാർട്ടി ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാനുള്ള നിർദ്ദേശം തള്ളിക്കളഞ്ഞു. ഹിമാലയൻ ബ്ലെൻഡർ എന്നാണ് ഉത്തമ അതിനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കഥയൊക്കെ ഇപ്പോഴത്തെ സഹാക്കൾക്ക് അറിയുവോ ആവോ? ബംഗാൾ 33 കൊല്ലം ഭരിച്ചതിന്റെ ഗുണമാണ് ഞാൻ ഇന്ന് മലയാളം സംസാരിക്കുന്നതും കൊച്ചിയിൽ ജോലി ചെയ്യുന്നതും. 70കളിൽ ജോലി തേടി മലയാളികൾ കൊൽക്കത്തയിൽ വന്നു. അന്നൊക്കെ പശ്ചിമ ബംഗാൾ മലയാളികൾക്ക് പറദീസയായിരുന്നു. എന്നാൽ കാലം മാറി. അധികാര തുടർച്ചയിൽ സ്വയം മറന്ന് അഹങ്കാരികളായ ഭരണാധികാരികൾ വരുത്തിവെച്ച ദുരന്തമായിരുന്നു ഉത്തമ ബംഗാളിലെ പാർട്ടി കോൺഗ്രസിനൊപ്പം നിൽക്കേണ്ടി വന്നത്. ഇല്ലെന്നേ, ഇതൊക്കെ മാറും. ദീദിയുടെ ഭരണമെല്ലാം ഭായിമാർക്ക് മടുത്തു. കൊള്ളാം, BJP പഠിച്ച പണി 18 നോക്കിയിട്ടും ദീദിയെ അനക്കാൻ പറ്റിയിട്ടില്ല. പിന്നല്ലേ എന്റെ ചേട്ടാ, വെറുതെ സ്വപ്നം കാണാം. അത്രയും മാത്രമേ ഇപ്പോൾ നിങ്ങളുടെ പാർട്ടിക്ക് അവിടെ ഗതിയുള്ളൂ. CPM-ഉം കോൺഗ്രസും ഫോർവേഡ് ബ്ലോക്കും എല്ലാം ആഞ്ഞടിച്ചു പിടിച്ചാലും വങ്കനാട്ടിൽ ഒന്നും സംഭവിക്കില്ല. പാവം കോൺഗ്രസുകാർ. മമതാ ബാനർജി വെച്ചു നീട്ടിയ 2 സീറ്റിൽ മത്സരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ അതെങ്കിലും ബാക്കിയായേനെ. കേരളത്തിലെ മുഖ്യ ശത്രുവിന് വേണ്ടി ദീദിയുമായി തെറ്റി 12 സീറ്റിൽ മത്സരിക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ എന്ന് കാലം നിങ്ങളോട് പിന്നീട് ചോദിക്കും. ഇതും ഒരു ഹിമാലയൻ ബ്ലെൻഡർ അല്ലേ ഉത്തമ? ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യത്ത് പരസ്പരം പോരാടിയും മത്സരിച്ചും ശക്തരാകുക. ഇന്നത്തെ ശത്രു നാളത്തെ മിത്രം. നയങ്ങളും പരിപാടികളും എല്ലാം കാലത്തിനനുസരിച്ച് മാറും അതിഥി. താൻ രാഷ്ട്രീയം പഠിക്കാത്തതിന്റെ പ്രശ്നമാണ് ഇപ്പോൾ BJP-യുടെ വർഗീയതയ്ക്കെതിരെ പോരാടുക. നാളെ നടപ്പത് ആരറിവൂ? അതെ, ഇവിടെ പാലുകാച്ച് ബംഗാളി താലികെട്ട് അല്ലേ ചേട്ടാ?